ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്നത് ഇതുപോലത്തെ നെയിൽസ് ഉണ്ടാക്കിയാലോ. ഇതിൻ്റെ അടിപൊളി നെയിൽസാണ്. പിന്നെ ഇതിന് ആ കൂടെ ഉള്ള കുഴപ്പം ഇങ്ങനെ കൈ വളച്ച് തന്നെ വയ്ക്കണം കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാദ്യം A4 ഷീറ്റ് വേണം. നമ്മുടെ കയ്യിൽ A4 ഷീറ്റ് തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ബുക്കിൻ്റെ ഒരു വൈറ്റ് പേജ് എടുത്തിട്ടുണ്ട്. ഇത് കീറാനൊന്നുമില്ല. മറ്റേ നെയിൽസിൽ പശ ഒട്ടിക്കണം, കീറണം, അതൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോയിൽ കാട്ടുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും നിൽക്കണില്ല. പറയാൻ ഒന്നും മനസ്സിലാവത്തില്ല. വീഡിയോ കാട്ടുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണം. എല്ലായിടത്തും നമ്മളിങ്ങനെ ഷാർപ്പായി മടക്കി കൊടുക്കണം കേട്ടോ. എല്ലാം മടക്കൽ ആവശ്യമുള്ളതായിട്ടുണ്ട്. ഒന്നിൻ്റെ നമ്മൾ എത്രയോ പെർഫെക്ഷനോട് ചെയ്യണം, കറക്റ്റായി ചെയ്യണം, അത്രയും നമുക്ക് അടിപൊളി നെയിലായി കിട്ടും. ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്തപ്പോഴേക്കും പേപ്പറിന് കട്ടി കൂടണ്ടാവും കേട്ടോ. അപ്പം അത് നല്ലോണം ബലം പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും. അപ്പോഴേക്കും ഇത് കണ്ടോ, എല്ലാം നല്ലോണം അമർത്ത് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെയും വരെ എത്തിയ ശേഷം നമ്മുടെ ഇതിൻ്റെ അളവിന് ഇവിടെ വെച്ച് മടക്കി കൊടുക്കാം. ഇത് ആദ്യം പുറത്തേക്ക് മടക്കി കൊടുക്കാം. അതിന് ശേഷം ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ഇതൊന്ന് കയറ്റി കൊടുക്കാം. കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് ഇവിടെ ആദ്യം ഇങ്ങനെ ഒന്ന് കാട്ടണം കേട്ടോ. എന്നിട്ട് ഇവിടെയുള്ള ഈ ഗ്യാപ്പിൽ കൂടെ അങ്ങ് വിരൽ കയറ്റാം. ഇത്രയുള്ള സംഭവം. ഇതുപോലെ നമ്മൾ ബാക്കി 4 എണ്ണവും കൂടി ഉണ്ടാക്കിയെടുത്താൽ സെറ്റ്. അങ്ങനെ 4 എണ്ണം ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ നെയിൽസ് റെഡി. അപ്പം എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എങ്ങാനും ഇതുപോലത്തെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ഷെയർ. പിന്നെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ബൈ.